എന്റെ കർത്താവെ, മദ്യപാനികൾക്കെല്ലാം പൂർവാധീന ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ. ഒറ്റൊരുത്തിന് മാനസാന്തരം ഉണ്ടാക്കരുത്, എന്നെ പട്ടിണിക്കിടരുത്. അടുത്ത മാസമെങ്കിലും ക്രിസ്ത്യാനിക്കാനുള്ള കാശ് നീ ഉണ്ടാക്കി തരണമേ ദൈവമേ. നീ സത്യമുള്ളവനാണ് തമ്പുരാന്. കണ്ടോ, തിരി കത്തിച്ചപ്പോഴേ നല്ല എണ്ണം പറഞ്ഞ കുടിയാരനൊരുത്തൻ വരുന്ന വരവ് കണ്ടോ? വലുതുകാലം വെച്ച് കയറിയട്ടെ. ആ ഇരിച്ച് കാലടിക്കുന്നതിന് അരമുട്ട മുട്ടയും കിട്ടിയൊന്നും വേണ്ട, തന്റെ കാലിങ്ങട്. ഇന്നെന്താ പതിവില്ലാതെ കാലത്ത് തന്നെ ഭയങ്കര അപകടത്തിന് രക്ഷപ്പെട്ടു വരിക. കടിയാവണത്തിലെടുത്തു. ചെല്ല്. ഇയാൾ ഇവിടെ വന്നു. ഓഹോ, പുറകിലുണ്ടോ? വട്ടപ്പാറയോടാ കളി. ഇങ്ങോട്ട് വന്നോട്ടെ. ഒരടക്കും മറയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അവിടെ എത്തിക്കില്ലായിരുന്നോ? കയ്യിലുറോ ജോണി? ആര്? ജോണി എങ്ങനെ? എന്താച്ചോ പ്രശ്നം? ആ ജോണി എവിടെ? ജോണിയോ? ഏത് ജോണി? ആ ജീപ്പിൽ വന്നവൻ. ഓ, ജീപ്പിൽ വന്ന ജോണിയോ? എന്തിനാച്ചാ? അത് ഞാൻ അവനോട് പറഞ്ഞോളാം. ഓ, അപ്പൊ അച്ഛൻ മറ്റേന് വന്നതല്ലേ അല്ലേ? ഓടോ, അവനെ മദ്യപിപ്പിച്ച് കുടുംബം കലക്കുന്നത് താനാണല്ലേ? അച്ഛോ, ഒരു സൈസ് മറ്റേ വർത്താനം പറഞ്ഞത് കേട്ടോ. ഇതെന്റെ ചോറാ. പല കുടുംബങ്ങൾ കഴിഞ്ഞാലേ എന്റെ കുടുംബത്തിനൊരു നില വരൂ. എന്റെ പൊന്നച്ചു, അച്ഛനൊന്നും അറിയാൻ. നേരം വെളുക്കെ ഒരു കത്തനാറ് കയറി ഷാപ്പിൽ എങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയന്മാർ ആരെങ്കിലും എന്റെ കടയിലോട്ട് വരുമോ? അവനെ കാണാതെ ഞാൻ പോകത്തില്ല. അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത്. പറ്റത്തില്ലെന്നാ പറഞ്ഞേ. വട്ടപ്പാറ അച്ഛന്റെ വണ്ടിയല്ലേ ഇത്? അതെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വട്ടപ്പാറ അച്ഛന്റെ തനിനിറം നിങ്ങൾക്ക് ഇന്ന് കാണാം. കർത്താവേ, കരികാലത്ത് ചേത്താന്മാർ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ കിടന്ന് വായിട്ടലക്കണ്ട. ഒരുത്തനെയെങ്കിലും നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെ ഞാൻ മര്യാദ സംസാരിച്ച് ഞാൻ കൈവച്ചു. അങ്ങോട്ട് കൊള്ളം കുടിക്കാൻ നടക്കുന്നു. അല്ല, ഇത് പോയില്ലേ? ഞാൻ കുറച്ച് വേണോ? കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട്. റെസ്റ്റ് ചെയ്യാനേ? ഇത് റെസ്റ്റ് ഹൗസ് അല്ല, ചാരായ ഷാപ്പാ. അങ്ങോട്ട് ഇറങ്ങി. അല്ലേ, ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ച് ഉപദേശം. ചമാച്ച ഗീവർഗീസ് മാത്യു, മക്കളെ, ആദ്യം ഓടി വന്ന് ചാച്ചയ്ക്ക് ഉമ്മ വരുന്നവന് 2 വട. വാ. എന്താ നിന്ന് കളഞ്ഞേ? വാ മക്കളെ. അമ്മയല്ലേ കാലത്ത് പറഞ്ഞത് ചാച്ചി ഇനി കുടിക്കത്തില്ലെന്ന്? വാടാ. അടുത്ത ആഴ്ച മോലാളിന്റെ കൂടെ വയനാട്ടിൽ പോകും. അപ്പൊ പിന്നെ കുടിക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചു ഇത്തിരി. എനിക്കൊന്നും കേക്കണ്ട. ഇത് കൊണ്ടുപോയി നീ മക്കൾക്ക് കൊടുക്കണം. നേരിട്ട് അങ്ങ് കൊടുത്തേച്ചാ മതി.
കുളിച്ചിട്ട് വാ, അത്താഴം വിളമ്പാം. കുഞ്ഞുങ്ങളും എല്ലാം കഴിച്ചോ? അവര് കഴിച്ചതാ. നീയോ? അനി, നാളെ മുതല് നിന്നാണ് ഞാൻ. വാ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, ദുഃഖിതരെ, മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയിലും കരിസ്മാറ്റിക് ധ്യാനത്തിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മദ്യപാനികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ആഭാസന്മാർ, മദ്യം വിൽക്കുന്ന ആഭാസന്മാർ, ഇവർക്കെല്ലാം ധ്യാനവേദിയിലേക്ക് സ്വാഗതം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടുവാനായി ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും. മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ, കാനായിലെ കല്യാണത്തിന് വെറും പച്ച വെള്ളം കൊട്ടുവടിയേക്കാൾ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന്. സമ്മതിച്ചേ. ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനം എന്നും പറഞ്ഞിറങ്ങിയ എന്നെപ്പോലുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ. വിരലിലെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലമ്പ്രദേശത്ത്, അതും ദരിദ്രവാസികളായ കുടിയന്മാര് മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആഫീസ് പൂട്ടിപ്പോകും കർത്താവേ. ചാണ്ടി, എന്തോ കർത്താവേ? എടോ ചാണ്ടി, ഓ, താനായിരുന്നോ? അല്ല, വല്ല കേട്ടോ? എന്തോന്ന്? അനൗൺസ്മെന്റോ, രോഗശാന്തിയോ, കരിസ്മാറ്റിക്കോ? ഇല്ല. താനൊരു കാലടെ. ഓ, ഒരാത്മാവ് രക്ഷപ്പെട്ട് കാലടിക്കുന്നവനല്ല മുട്ട ഫ്രീ. അയ്യോ, ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല. ജോലി കൂടുതലുണ്ട്, ക്ഷീണിച്ച പഴയ നടുവേദന വരും. അന്നേരം 1 ഏറിയ 1.5. അത് എന്നൊന്നുമില്ല. ഉണ്ടോ അനി? താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ വശപ്പശകായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു. മദ്യപാനം ഒരു മാനസിക രോഗമാണ്. ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും, ചിലർക്ക് ആത്മീയത കൊണ്ടും. ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും. അല്ല, ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. 3 ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പൈസയും കൊടുത്തു. ജോണിക്കുട്ടി ധ്യാനത്തിന് പോകുന്നു. പോണോ? പോണം. ഒരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. അപ്പൊ പോണം അല്ലേ? പോണം. അതെ. ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? അവിടെ ടിക്കറ്റ്. ഒരടിവാരം. എന്നപ്പടി ആളിറങ്ങാനുണ്ടോ? ഉണ്ട്. വേഗം വാ. ഇറങ്ങി വേഗം ഇറങ്ങ. ഹിന്ദി പിടിക്കില്ലെന്ന് ഇറങ്ങാന്നേ. വേഗം ഇറങ്ങ. മടിയിലിരിക്കാതെ മേലോട്ട് കയറ്. കൊച്ചിനെടുത്ത് മടിയിൽ വെച്ചൂടെ? പോട്ടെ. ആളിറങ്ങണം. നിങ്ങൾ അടിവാരത്തിലല്ലേ? അടിവാരത്തിന് ടിക്കറ്റ് എടുത്താ മേൽവാരത്ത് ഇറക്കല്ലേ? അയ്യടാ, വണ്ടി എടുത്താൻ പറ. യാത്രക്കാരൻ്റെ ഇഷ്ടത്തില്ലേ ഇറങ്ങുന്നത്? എല്ലാരും ഉണ്ടല്ലോ. സ്കൂളിലേക്കായിരിക്കും. അല്ല, സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി കോളേജിലേക്കാ. ജോണിച്ചൻ വീട്ടിലുണ്ടോ മോളെ? ഒരാളുടെ വീട്ടിൽ നിന്ന് 2 പശുവിന് കൊടുക്കാനെന്ന് പറഞ്ഞിരുന്നേ. ചാച്ച വീട്ടിലില്ല. എനിക്ക് വൈകിട്ട് വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. വൈകിട്ട് വരില്ല. ചാച്ച 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ജോണി എങ്ങോട്ടാ പോയത്? ദൂരേക്ക് വല്ല ട്രിപ്പും പോയതാ? ചെലപ്പോ ഇന്ന് തന്നെ വരാനും മതി. വരുന്നവരോടും പോകുന്നവരോടൊക്കെ ചരിത്രം പറയാൻ നടക്കണോടാ നീ? അതയാള് ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത്?
ദാ വരുന്നു. ഓ, വരുന്നൊന്ന് പറഞ്ഞില്ലേ? എന്താ? സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത്. നിങ്ങൾ പോയിട്ട് ജോണി ഉള്ളപ്പോ ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ. എത്ര കാലമായിട്ട് ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം അനി. ഞാൻ ഒരുപാട് ആശിച്ചു പോയി. ദൈവം തമ്പുരാൻ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള അവസരം. ആനിയെ കൊച്ചിനെ തുറക്കി ഞാനിവിടെ ഇരിക്കാം. വേണ്ട, നിങ്ങൾ പോണം. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ അനി, നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ. ദൈവത്തിനാണ് സത്യം. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശങ്ങളിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, കൂഷ തമ്പുരാനെ, തീരട്ടെ തീരട്ടെ, ഇത് ഞാൻ പിറക്കിക്കൊള്ളാം. മോനുകുട്ടാ, എല്ലാരും 3 ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി. 3 ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട്. ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും. റോണിക്കുട്ടാ, അനി കൂടി പൂർണ്ണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേണേ കുറയ്ക്കാം, ഒരുപാട് കുറയ്ക്കാം. പക്ഷെ മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. അനി, നിനക്കറിയാലോ, ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ. ഇപ്പൊ ഇതില്ലാണ്ട് വയ്യ. ആനി, നീ ഇങ്ങനെ കരഞ്ഞ് മക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കല്ലേ ആനി? മക്കളുടെ മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം. മതിയോ മതിയോ ജോണി?
രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം. അപ്പന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള്. ഇത്തവണയെങ്കിലും ഇത് നിൽക്കും, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലോ എന്റെ കർത്താവേ. ആനി, വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ചന്ത പെണ്ണുങ്ങൾക്ക് പോലും സന്ധ്യ കഴിയണം. പക്ഷേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലുമാകാം. ജോണിയുടെ വീട്ടിലെ അതൊക്കെ നടക്കൂ, അതെല്ലാവർക്കും അറിയാം, അവനും അറിയാം. അവന് ഏവൻ, നീ എന്താ നീ പറയണേ? കഞ്ഞി വിളമ്പ. ആർക്കറിയാമെന്നാ പറഞ്ഞേ? ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കുമെന്നാ പറഞ്ഞേ? ആരാ അവിടെ വന്നേ? കേശവൻ. ഏത് കേശവൻ? പാലിയാരൻ കേശവൻ. ഇതാര്? ജോണിച്ചനോ? എന്താ ആ സമയത്ത്? നിന്റെ പെണ്ണുമ്പിള്ള എവിടാ? ജോണിച്ച, ആ ജോണിച്ച, നിങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ. മക്കളെ കൂടെ വിളിച്ചോ. എന്താ ഇത്? നിന്റെ തന്ത എന്തേടാ മൂത്ത കറവക്കാരൻ? എന്താ കുഞ്ഞേ? എല്ലാരെയും കൂടെ സൗകര്യത്തിനൊന്ന് കാണാൻ വന്നതാ. നിങ്ങളെ ഇറങ്ങി വന്നേ. ജോണിച്ച, ജോണിച്ചൻ ഇത്തിരി കൂടിയിട്ടുണ്ട്. താനും വന്നേ, ഞാനൊന്ന് പറയട്ടെ. എടി പിള്ളേരെ കൂടെ അകത്ത് പോയേ. നിന്നേ ആ, നില്ലടോ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഇത്തിരി സംസാരിക്കാനുണ്ട്. മാറാ അവിടുന്ന്. ഞാൻ ഇല്ലാതിരുന്ന നേരത്ത്, അതും പട്ടാപ്പകല്, ഇവൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ പിടിച്ചു. എന്റെ മക്കള് തക്ക സമയത്ത് വന്നതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. വേണേ രഹസ്യമായിട്ട് 2 തന്ന് നിന്റെ കണക്ക് തീർക്കാം. പക്ഷേ എന്റെ മക്കളുടെ മുമ്പില് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അവമാനം തീരണമെങ്കിൽ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ നീ നാണം കിടണം. പൊട്ടി. എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തൊന്നും ചെയ്യരുത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആവർത്തിച്ചാ കഴുത്തിയാൻ വെട്ടിക്കൊണ്ടുപോകും. പറഞ്ഞേ. എന്റെ പെണ്ണുമ്പിള്ളയുടെയും പിള്ളേരും കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ട് അങ്ങനെ സുഖിച്ച് നടക്കാന്ന് വിചാരിക്കണ്ടേ? മനസ്സിലായില്ല? എന്നെ പള്ളിയിലെ ബിസിനസ് നിന്ന് പറഞ്ഞു വിട്ട് വണ്ടി ഷെട്ടി കയറ്റി ഞാൻ വീട്ടിൽ പോയി ചൊറി കുത്തിയിരുന്നോളാൻ. ആ കിഴവൻ കത്തനാരും നിന്റെ ആ പഞ്ചാര അച്ഛനും കൂടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാടി. നീയാണ് തുലച്ചത്. എന്റെ കച്ചവടം തുലച്ചത് നീ ഒരൊറ്റൊരുത്തിയാണ്. വഴി കിടന്ന് ഒച്ച വെക്കരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ തമ്മിലായിക്കണം. അത് തന്നെ ചെയ്യാൻ പോണത്. നിന്റെ മറ്റവരോടെ ഒന്ന് പറഞ്ഞേക്ക്, കേശവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നതെന്ന്. തൊലി വെളുപ്പം കൊണ്ടേ അച്ഛന്മാരുടെ അടുത്ത് കളിക്കുന്ന പോലെ എല്ലാരും മയക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളുടെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം. കണക്കൊക്കെ ഞാൻ പിന്നെ തീർത്തോളാം.